ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൻ്റെ തലൈനഗരമായിട്ടുള്ള ചെന്നൈയിലാണ് നിൽക്കുന്നത്. പുരട്சி தலைவர் ഡോക്ടർ MG രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 5:15 സ്റ്റാർട്ട് ചെയ്യുന്ന 126-96 ട്രെയിൻ നമ്പറുള്ള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് വന്നത്. അപ്പോൾ കൊല്ലത്ത് ആ ട്രെയിൻ എത്തുന്നത് വൈകുന്നേരം 6:20 കൊല്ലത്ത് ആ ട്രെയിൻ എത്തുന്നത്. അങ്ങനെ കൊല്ലത്ത് നിന്ന് 6:20 കയറിയിട്ട് പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോഴത്തേക്കും ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിരിക്കുവാണ്. കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരുന്നതിന്, ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 460 രൂപയായിരുന്നു. പക്ഷേ എനിക്ക് സ്ലീപ്പർ കിട്ടിയില്ല, തത്കാലാണ് കിട്ടിയത്. അതിന് 590 രൂപയായിരുന്നു ചാർജ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലേ ഒരു രക്ഷയില്ല, അങ്ങനെ പറയാനുള്ളൂ. കാര്യം ഇതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല. KFC ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ബിരിയാണി കടകളുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇവിടുത്തെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇന്ത്യയിലെ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളിലുള്ള ആ ഒരു പ്രത്യേകത, ട്രെയിൻ വന്ന് എൻഡ് ആവുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലെ ട്രെയിൻ വന്ന് എൻഡ് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പ്ലാറ്റ്ഫോം ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടെ ട്രെയിൻ വന്ന് എൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്, വലിയൊരു റൂഫ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിൽ ട്രെയിൻ വന്ന് നിൽക്കും, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ ട്രെയിനിൻ്റെ അടുത്തോട്ട് പോകുന്ന ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ അല്ല, ആ ഒരു ലൊക്കേഷൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷനകത്തുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇതാ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നിരിക്കുവാണ്. പിന്നെ വേറൊരു കാര്യം, ഈ റെയിൽവേ സ്റ്റേഷനകത്ത് പെയ്ഡ് വെയിറ്റിംഗ് റൂമുണ്ട്, AC വെയിറ്റിംഗ് റൂം. 35 രൂപയാണ് ഒരു മണിക്കൂറിന് ചാർജ്. കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളതുണ്ട്, 179 രൂപ ചാർജ് ഉള്ളത്. എങ്ങനെ നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ച് നോക്കിയിട്ട് അത് എടുത്താൽ മതി. ഞാൻ വന്നതൊരു ബാഗൊക്കെ ആയിട്ടായിരുന്നു, അത് ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാഗ് ഞാൻ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനകത്തൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നിട്ട് ഇതാ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് വന്നിരിക്കുവാണ്. ഇത് ഇവിടെ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നൊരു വഴി കാണാം. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു അമ്പലം ഇതാ കണ്ടില്ലേ, ഇത് കൊള്ളാം. എന്തായാലും ഇപ്പം സമയം രാവിലെ 10:40 ആയിട്ടുണ്ട്. രാവിലെ 9:45 ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോഴെന്തായാലും നമുക്ക് ഈ ചെന്നൈയും പരിസരമൊക്കെ ഒന്ന് കറങ്ങാം. എനിക്ക് ഈ ചെന്നൈയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ആദ്യമായിട്ട് വരുമോ ഈ ചെന്നൈ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ചെന്നൈയെക്കുറിച്ച് ഞാൻ സ്റ്റഡിയൊന്നും നടത്തിയിട്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, അതാണ് എൻ്റെ പ്ലാൻ. ഇതാ ഒരമ്മ എക്സ്കലേറ്ററിൽ കയറി നിന്ന് പോകുന്നതൊക്കെ, പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. അവർക്കൊക്കെ ഇത് ശീലമായി കാണും. അങ്ങനെ ഇവിടെ കുറേ റെയിൽവേ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. സബർബൻ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടേ, സബർബൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് തമിഴ് സിനിമയിലെ പാട്ടിനെല്ലാം കണ്ടിട്ടുണ്ട് ആ ഒരു ട്രെയിൻ. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഫ്ലൈ ഓവർ വന്ന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അത് നല്ലൊരു വ്യൂ ഉണ്ട് കാണാൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷൻ കാണാനും ഒരു പ്രത്യേക വ്യൂ ആയിരിക്കുമല്ലോ. ആണ് ഭയങ്കര വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ അടിക്കുന്നത്. ഞാൻ എന്താ കണ്ണിങ്ങനെ വെച്ചിരിക്കുക, ഒരു കാൽഭാഗമേ തുറക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡ് കാണാം, അതിനടുത്തായിട്ട് തന്നെ മെട്രോ സ്റ്റേഷൻ്റെ ഭാഗമെല്ലാം കാണാം. നല്ല നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കുറച്ചധികം ചെടികളെല്ലാം വെച്ചിട്ടേ നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് സംവിധാനം എല്ലാം കാണുന്നുണ്ട്. ഏതോ ഒരു ട്രെയിൻ വന്നെന്ന് തോന്നുന്നു കേട്ടോ, കാര്യം ഒരുപാട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെയും ഇവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് പോകുമ്പോഴാണ് റെസ്റ്റോറൻറ്റും ചെറിയ ഹോട്ടലൊക്കെ ഉള്ളതെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴി കൂടെ നടന്നേ അങ്ങോട്ട് പോയി നോക്കാം. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന ഈ ഒരു സ്ഥലത്തും ബസ് നിർത്തുന്ന സ്ഥലമുണ്ട്, പിന്നെ അതിന് അപ്പുറത്തെ സൈഡിലായിട്ടും ഉണ്ട്. ഇവിടെ ലോക്കൽ ബസ്സെല്ലാം ആ ഒരു തമിഴ്നാട്ടിൽ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ബസ് തന്നെയാണ് ഉള്ളത്. ഞാൻ വിചാരിച്ചത് തലൈനഗരമായതുകൊണ്ട് ചിലപ്പം വേറെ ടൈപ്പ് ബസ്സൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, സാധാരണ നമ്മൾ മധുരയിലും തിരുനെൽവേലിയിലൊക്കെ കാണുന്ന ലോക്കൽ ബസ് തന്നെ ഇവിടെ ഉള്ളത്. നമ്മൾ ഈ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് നോക്കിയാൽ ഒരു പഴയ ഒരു കെട്ടിടം കാണുന്നില്ലേ ആ സൈഡിലായിട്ട്, അത് കൊള്ളാം. അങ്ങനെ പുരട്சி தலைவர் ഡോക്ടർ MG രാമചന്ദ്രൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും തിരക്ക് കൂടിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു റെയിൽവേ സ്റ്റേഷനാണെന്നാണ് പറയുന്നത്. ഇതാ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ആയിട്ട് ലിഫ്റ്റ് സംവിധാനമുണ്ട്, കണ്ടില്ലേ. മെട്രോ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് സംവിധാനം എല്ലാം കാണുന്നുണ്ട്. ഏതോ ഒരു ട്രെയിൻ വന്നെന്ന് തോന്നുന്നു കേട്ടോ, കാര്യം ഒരുപാട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെയും ഇവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ട്രെയിൻ വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ആൾക്കാർ തോനെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഫുട്പാത്തിൽ കൂടെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, വേ ടു ചെന്നൈ സെൻട്രൽ
സബർബൻ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ സബർബൻ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം. സൂര്യയുടെയും തൃഷയുടെ ഒരു പാട്ടുണ്ടല്ലോ, 6 എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്, നോക്കാതെ എന്നെ നോക്കാതെ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. ആ പാട്ടിനെല്ലാം ആ ഒരു ട്രെയിൻ കാണിക്കുന്നുണ്ട്. ഒരുപാട് തമിഴ് സിനിമകളിൽ കാണിക്കുന്നുണ്ട്. ഇത് ഇവിടെ ആയിട്ട് നോക്കേ, ഒരു ബിൽഡിങ് പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അതോ പുതിയത് കെട്ടുവാണോ, പുതിയതാണോ പുതുക്കി പണിയാണോ എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഫുട്പാത്തൊക്കെ പക്കാ നീറ്റ് തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇത്രയും തിരക്കുള്ള നഗരമായിട്ടുവേ അവർ അത് നല്ല കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചെന്നൈ കോർപ്പറേഷൻ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. വലിയൊരു ബിൽഡിങ്ങാണ്, വെള്ള ബിൽഡിങ്, ഫുൾ വൈറ്റ് പെയിൻ്റാണ്. നല്ല സുറന്ന് വെയിലടിക്കുമ്പോഴത്തേക്കുവേ ആ വെള്ള കളർ നല്ല തെറിച്ച് നിൽക്കുന്നു. അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ടും ഇവിടെ ഒരു പഴയ കെട്ടിടം കാണാം, ഒരു മുസ്ലിം പള്ളിയുടെ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ. അങ്ങനെ നമ്മൾ കറക്റ്റ് ചെന്നൈ കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ നടന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് കുറേ ഹോട്ടലൊക്കെ ഉള്ളൊരു സ്ഥലം എത്തിയിരിക്കുവാണ്, റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് അവിടെ എവിടെയെങ്കിലും നോക്കാം എന്തെങ്കിലും മേടിച്ച് കഴിക്കാനേ. ഇവിടെ ആയിട്ട് ചെയ്തിരിക്കുന്നത് നോക്കേ, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സംവിധാനമാണ്. കാര്യം ഇവിടെ സിഗ്നൽ വരുമ്പോഴത്തേക്കേ ഇവിടെ വണ്ടി ഇങ്ങനെ നിൽക്കും, അപ്പോഴേ വെയിൽ കൊള്ളാതെ ഇങ്ങനെ ചെറിയൊരു ഷെയ്ഡ് കിട്ടും. ആ ഒരു സംവിധാനം കൊള്ളാം അല്ലേ. ബൈക്കുകാർ, ഓട്ടോക്കാർ അവർക്കാണ് ഏറ്റവും ഉപകാരം. എന്തായാലും സിഗ്നലായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ പല പല നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നത് കൊണ്ട് പല പല ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. ഹോട്ടൽ 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 1 2 3 4 5 ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. നടുക്കായിട്ട് നമ്മുടെ മലയാളം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഫുട്പാത്തിൽ നിന്ന് മാറി ഇപ്പം റെസ്റ്റോറൻ്റൊക്കെ ഉള്ള ആ ഒരു ഫുട്പാത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു കടയുടെ തണൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇതുവഴി നടക്കാനൊരു പ്രത്യേക തണൽ കിട്ടുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. 3 ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇല നോക്കേ. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു. 3 ഇഡ്ഡലി 45 രൂപ, 1 ഇഡ്ഡലിക്ക് 15 രൂപ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ സിംഗിൾ നോൺ എ സി റൂമിന് 500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഡബിൾ നോൺ എ സി 750, 4 ബെഡിന് നോൺ എ സി 999, 999. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചധികം ലോഡ്ജുകളും റൂമുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ആയിട്ട് ഓയോയുടെ ബോർഡൊക്കെ കാണാം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കുതിരയൊക്കെ നിർത്തിയിരിക്കുന്നു. അങ്ങോട്ട് പോകുന്ന എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. അങ്ങനെ ഞാൻ ആ കുതിരയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ആ സിഗ്നലിൻ്റെ അതുവഴി പോകാൻ പറ്റുമെന്ന് അവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഒരു കറങ്ങണം. ഇവിടെ സിഗ്നലൊക്കെ പെട്ടെന്ന് ബ്ലോക്കാവും, പിന്നെയും പെട്ടെന്ന് ബ്ലോക്ക് മാറും. അങ്ങനെ മാറിയും തിരിഞ്ഞും അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കും. ഇതാ കണ്ടില്ലേ, ഞാൻ നേരത്തെ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ബ്ലോക്കില്ലായിരുന്നു, സിഗ്നൽ ഇല്ലായിരുന്നു. ഇപ്പോഴിതാ പെട്ടെന്ന് സിഗ്നലായി. അപ്പോഴും നോക്കേ ഒരുപാട് വണ്ടി ക്യൂവിലായിരിക്കുവാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ക്യൂ മാറുകയും ചെയ്യുന്നുണ്ട്. സിഗ്നലായി വണ്ടികളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാൻ റോഡിനപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നിരിക്കുവാണ്. സിഗ്നലിന് കുറച്ച് ദൈർഘ്യം കൂടുതലുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ആയിട്ട് കുതിരകൾ നിൽപ്പുണ്ട്. ബ്രൗൺ കളർ കുതിര എന്തോ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഇതെവിടെയുണ്ട്, ഇതെവിടെയായിട്ട് കുതിരയെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നത്. മൂടിയിട്ടിരിക്കുന്നതേ രഥം പോലെ. ഇതാ കണ്ടില്ലേ കുതിരകൾ, 2-3 കുതിരകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ബാക്കിലത്തെ കാലെല്ലാം കെട്ടിയിട്ടിരിക്കും, അതുകൊണ്ട് ഓടി ഇങ്ങോട്ട് വരുത്തൊന്നുമില്ല. ഈ കുതിര എന്താ സംഭവം എന്നറിയോ? ഇത് ബീച്ചിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുതിര. ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് കല്യാണത്തിന് ചെറുക്കനും പെണ്ണും പോകാൻ വേണ്ടിയിട്ടുള്ള കുതിര വണ്ടിയായത്. കച്ചി എന്ന് വെച്ചാൽ പാർട്ടി. അപ്പോഴങ്ങനത്തെ പരിപാടിക്കെല്ലാം കുതിരയെ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്, കുതിരയും കുതിര വണ്ടിയും ചേർത്ത്. അങ്ങനെ ഞാൻ കുതിരയെല്ലാം കണ്ടിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ ചെന്നൈ സബർബൻ ടെർമിനലുണ്ട്, അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാം. സബർബൻ സ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു സ്റ്റേഷനിലോട്ട് പോയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാം. ആ കാണുന്ന ബിൽഡിങ്ങാണ് സബർബൻ ടെർമിനൽ, ചെന്നൈ സബർബൻ ടെർമിനൽ. അപ്പോഴെന്തായാലും നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ നോക്കേ, റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോച്ചിനകത്ത് റെസ്റ്റോറൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. ഒരു AC കോച്ച് പോലെ ഉണ്ട് കാണാൻ, പക്ഷേ പെയിൻറ്റിങ് വ്യത്യാസമുണ്ട്. എന്നാലും അത് കൊള്ളാം, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുവിധപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലെല്ലാം ഈ ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമ്മുടെ നാട്ടിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, സബർബൻ ട്രെയിൻ, എക്സ്പ്രസ് ട്രെയിൻ. സബർബൻ ട്രെയിൻ ലെഫ്റ്റിലോട്ടും, എക്സ്പ്രസ് ട്രെയിൻ നമ്മൾ വന്നിറങ്ങിയത് ആ ഒരു ഭാഗത്ത്, എക്സ്പ്രസ് ട്രെയിൻ. അപ്പോൾ എന്തായാലും നമുക്ക് സബർബൻ ട്രെയിനിൻ്റെ ഭാഗത്തോട്ട് പോവാം.
അങ്ങനെ ഞാൻ ഈ സബർബൻ സ്റ്റേഷനിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുത്തിരിക്കുവാണ് ഗുമ്മിടിപ്പൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. 15 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോഴെന്തായാലും നമുക്ക് സബർബൻ ട്രെയിനിലോട്ട് കയറാം. അങ്ങനെ ഗുമ്മിടിപ്പൂണ്ടിയിലോട്ട് പോകുന്ന ബസ്സല്ലല്ലോ ട്രെയിൻ 12:10 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ട്രെയിനാണ് ഗുമ്മിടിപ്പൂണ്ടിയിലോട്ട് പോകുന്ന ലോക്കൽ ട്രെയിൻ, സബർബൻ ട്രെയിൻ. കണ്ടിട്ടില്ലേ ഈ ടൈപ്പ് ട്രെയിൻ പല തമിഴ് സിനിമകളിലും കാണിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ കയറാനൊരു ആഗ്രഹം, അങ്ങനെ ഒന്ന് കയറി യാത്ര ചെയ്യുവാണ്. മാത്രമല്ല ഇപ്പോഴും ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ ആ വെയിലിൽ നിന്നൊരു ശമനം കിട്ടാനും ഇങ്ങനത്തെ ഒരു യാത്ര നല്ലതായിരിക്കും. റോട്ടിൽ കൂടെ വെറുതെ കിടന്ന് അലയുന്നതിനെക്കാട്ടിയേ നമുക്ക് ഈ ട്രെയിനിൽ ഒരു യാത്ര ചെയ്തിട്ട് വരാം. ഞാൻ പോകുന്ന ഗുമ്മിടിപ്പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിൻ പോലെ വേറൊരു ട്രെയിൻ വരുവാണ്, നിറഞ്ഞു വരുവാണ്. ഒരുപാട് ആൾക്കാർ നിറഞ്ഞു നിൽക്കുവാണ് വണ്ടിക്കകത്ത്. ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാൻ ചൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ് ഈ ഒരു സബർബൻ ട്രെയിൻ. ചെന്നൈ നഗരത്തെയും ചെന്നൈ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാന്തപ്രദേശങ്ങളെയായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് സബർബൻ ട്രെയിൻ. അങ്ങനെ ഒരു സബർബൻ ട്രെയിൻ ഇങ്ങോട്ട് വന്നിരിക്കുവാണ്. സബർബൻ എന്ന് ഞാൻ കുറേ തവണ പറഞ്ഞല്ലേ, ക്ഷമിക്കുക. അങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് പഠിക്കുവാണ്. അപ്പോഴെന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് കയറാം. ഗുമ്മിടിപ്പൂണ്ടിയിലോട്ട് പോകുന്ന ബസ്സല്ലല്ലോ ട്രെയിനിലോട്ട് കയറാം. വണ്ടി ഹോണടിച്ചു. അങ്ങനെ ഞാൻ ഈ ഗുമ്മിടിപ്പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള കിലോമീറ്റർ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് 44 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഞാൻ അത്രയൊന്നും പോകുന്നില്ല, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടേ തിരിച്ചു വരും. ഗുമ്മിടിപ്പൂണ്ടിയിലോട്ട് പോകാൻ ഒരുപാട് തിരക്കൊന്നുമില്ല, വണ്ടി കാലിയായിട്ട് കിടക്കുവാണ്, ഒരുപാട് സീറ്റുണ്ട്. അങ്ങനെ നമ്മുടെ ഗുമ്മിടിപ്പൂണ്ടിയിലോട്ട് പോകുന്ന വണ്ടി ചെന്നൈ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. ഓപ്പോസിറ്റ് ടാപ്പ് പോകുന്ന ട്രെയിൻ നിറഞ്ഞാണ് പോകുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളീ പോകുന്ന ട്രെയിൻ മാത്രമേ ഉള്ളൂ കാലി. അങ്ങനെ നമ്മുടെ സബർബൻ ട്രെയിൻ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് ഒരുപാട് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം, ട്രെയിനിൻ്റെ കോച്ചുകൾ. ഇവിടെ എനിക്ക് തോന്നുന്നു ടാങ്ക് ഫില്ല് ചെയ്യലും പിന്നെ ക്ലീനിങ്ങും ഒക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ട്രെയിനിൻ്റെ. അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ലോഡ് എൻജിൻ കിടക്കുന്നതൊക്കെ, കുറച്ചധികം എൻജിനുകളുണ്ട്. എൻജിൻ ഇത്രയും ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. 1 2 3 4 5 6 7 8 9 10 11 അങ്ങോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഒരുപാട് എൻജിനുകൾ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. കണക്ട് ചെയ്തിരിക്കുവാണോ ഇനി ഒരുമിച്ച് അടുപ്പിച്ചിട്ടിരിക്കുവാണോ എന്ന് അറിയാൻ വയ്യ. എന്തായാലും കൂട്ടത്തോടെ കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ദൂരം സഞ്ചരിച്ചു, വീണ്ടും ഒരു സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുവാണ്. ബേസിൻ ബ്രിഡ്ജ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഒരു 1 2 3 4 5 പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. 5 6 7 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ, അങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ചെന്നൈയിലെ സകല തിരക്കുകളും മാറി വളരെ ശാന്തമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ. അങ്ങനെ ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനിൽ നിന്നും സബർബൻ ട്രെയിൻ വീണ്ടും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഞാനീ ഇങ്ങോട്ടായിരുന്നു ടിക്കറ്റ് എടുത്ത സ്ഥലത്തിൻ്റെ പേര് മറന്നു പോയല്ലോ. എന്തോ ഒരു സ്ഥലം. അപ്പോൾ അവിടം വരെ പോകാൻ സാധ്യതയില്ല. ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചു വരാനാണ് സാധ്യത. ചിലപ്പം ഇതിൻ്റെ എൻഡ് വരെ പോകാനും സാധ്യതയുണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ കാര്യം. അങ്ങനെ ട്രെയിനിൽ വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചധികം ഫ്ലാറ്റുകൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒന്നിലും ആൾതാമസമായിട്ടില്ല, ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. ഒരുപാട് ഏരിയയിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഒരു പവർ പ്ലാന്റും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വലിയൊരു പുകക്കുഴലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കത്തിവക്കം എന്ന ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ഇതിന് മുമ്പായിട്ട് കുറച്ചധികം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഈ കത്തിവക്കം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്ന വഴിക്ക് തന്നെ കുറച്ചധികം ചേരികളെല്ലാം കാണാം. ശരിക്കും ചെന്നൈയുടെ ചേരി പ്രദേശങ്ങളിലൂടെയാണ് ഈ സബർബൻ ട്രെയിനുകൾ യാത്ര ചെയ്ത് വരുന്നത്. അതുവഴിക്കൂടുള്ള യാത്ര ഒരു പ്രത്യേക രസം തന്നെയാണ്. കത്തിവക്കം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് അശോക് ലൈലൻഡിൻ്റെ വലിയൊരു പ്ലാന്റാണ് കാണുന്നത്. ഒരുപാട് ഏക്കറിലുള്ള വലിയൊരു പ്ലാന്റ് അശോക് ലൈലൻഡിൻ്റെയാണ്. വലിയ മെഷീനറീസൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് കാണാനൊരു പ്രത്യേക ഫീലുണ്ട്. അങ്ങനെ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 44 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതിന് ശേഷം ഗുമ്മിടിപ്പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിൻ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്നിറങ്ങിയ ട്രെയിനാണ് ഇത്. എന്തായാലും ഗുമ്മിടിപ്പൂണ്ടി വരാമെന്ന് വിചാരിച്ചു, അതാണ് ഇവിടം വരെ വന്നത്. വരുന്ന വഴിക്ക്
പവർ പ്ലാന്റ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെതായ ടിപ്പിക്കൽ വയലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാലേ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബ്ലൂ കോച്ചുള്ള ട്രെയിൻ കണ്ടു കേട്ടോ. സാധാരണ അങ്ങനത്തെ ട്രെയിൻ കണ്ടിട്ട് ഒരുപാട് നാളായി. അതൊരു വ്യത്യസ്തമായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ എന്തായാലും ഞാൻ ഗുമ്മിടിപ്പൂണ്ടി വരെ വന്ന സ്ഥിതിക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിരിക്കുവാണ്. വെളിയിലോട്ട് ആ റോഡിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ശാന്തമായിട്ടുള്ളൊരു റോഡാണ്. ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന റോഡ് ഇതല്ല, അതിനപ്പുറത്തെ സൈഡിലായിട്ടാണെന്നാണ് തോന്നുന്നത്. കാര്യം സാധാരണ ഒരു റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ കാണേണ്ടതല്ലേ. ഇവിടെ പക്ഷേ വീടുകളൊക്കെയാണ്. ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം സമയം 1:45 വിശക്കുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ചെന്നൈയിലോട്ട് പോകുമ്പോഴത്തേക്കുവേ ട്രെയിനിൽ ഇരുന്ന് വിശന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. പണി കിട്ടാനൊന്നുമില്ല, എന്നാലും ആ വിശന്നിരുന്ന് യാത്ര ചെയ്യാനൊരു ഇത് കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും കഴിച്ചിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഇവിടെ നിന്ന് നടന്ന് നോക്കാം, ഈ പരിസരത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വെറുതെ കിടന്ന് നടക്കാനും തോന്നുന്നില്ല, കാര്യം നല്ല വെയിലടിക്കുന്നത് കൊണ്ടേ. ഇവിടെ അടുത്ത് വല്ല ഹോട്ടൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എവിടെയെങ്കിലും കഴിക്കാം. അങ്ങനെ ഞാനിവിടെ നടന്ന് വന്ന വഴിക്ക് ഒരു കടയിൽ ചോദിച്ചു ഇവിടെ അടുത്ത് ഹോട്ടൽ വല്ലതും ഉണ്ടോ. അപ്പോൾ പറഞ്ഞത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേക്കും ഒരു ഹോട്ടലുണ്ട്, അത് ചിലപ്പോഴേ ഇന്ന് തുറക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബൈപ്പാസിന് അപ്പുറത്തെ സൈഡിലായിട്ടൊരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. ബൈപ്പാസിന് അപ്പുറത്തായിട്ട് ഒരു ഹോട്ടലല്ല, കുറച്ചധികം ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ആദ്യം നോക്കാൻ പറഞ്ഞു. എന്തായാലും നമുക്ക് ഈ ഹോട്ടൽ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് പോവാം. എന്തായാലും അവിടെ ചീത്തവിളി, ബസ്സും ഓട്ടോയും തമ്മിൽ ചെറിയ വഴക്ക്. അങ്ങനെ നമുക്ക് എന്തായാലും ഈ ഹോട്ടൽ തുറന്നാൽ മതിയായിരുന്നു. നോക്കാം. എന്തായാലും ഈ വെയിലത്ത് കിടന്ന് നടക്കാൻ ഭയങ്കര പാട്. എന്തായാലും ദൈവം എൻ്റെ കൂടെയാണ്. ഹോട്ടൽ തുറന്നിട്ടില്ല. ഇതാ കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വെയിലത്ത് കിടന്ന് അലഞ്ഞ് നടക്കാം. അങ്ങനെ നമ്മൾ നടന്നതാ ആ ഒരു ബൈപ്പാസിൻ്റെ താഴെ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിക്ക് അകത്തോട് അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഹോട്ടലുണ്ടെന്ന്. അങ്ങനെ ആ വഴി കൂടെ അപ്പുറത്തോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ ഏതൊക്കെയോ ഹോട്ടലുകൾ കാണുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതെല്ലാം ഹോട്ടലുകളാണ്. അങ്ങനെ നമ്മുടെ ഊണ് വന്നിട്ടുണ്ട്. വലിയൊരു പാത്രത്തിനകത്ത് വേറൊരു പാത്രത്തിലേക്കാണ് കൊണ്ട് വന്നിരിക്കുന്നത്. ഒരു ഊണിന് 90 രൂപ. കേസരിയൊക്കെ ഉണ്ട്, കണ്ടില്ലേ, കൊള്ളാം. അങ്ങനെ ഞാൻ ഈ വരിയിലുള്ളൊരു ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചു. ഇനിയിപ്പോൾ നമുക്കേ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. എന്നിട്ട് അവിടെ നിന്ന് നേരെ MGR ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലോട്ടും പോവാം. ഈ ഒരു പരിസരത്ത് പ്രത്യേകിച്ച് കിടന്ന് കയറേണ്ട കാര്യമില്ല. ഇതുവഴി കൂടെ അപ്പുറത്തോട്ട് പോവാം. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു ചെന്നൈക്ക് പോകുന്നൊരു ബസ്, AC ബസ്സാണ്. നമുക്കിവിടെ നിന്നേ ട്രെയിനിൽ കയറി തന്നെ പോവാം. എന്തായാലും ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ ഇങ്ങനത്തെ ഈ ഒരു സബർബൻ ട്രെയിനിൽ കയറി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് കറങ്ങിയിട്ട് വരുന്നത് നല്ലതാണ്. സബർബൻ ട്രെയിൻ അല്ലേ, ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി വേറെ ഏതെങ്കിലും ഒരു റൂട്ടൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടുവന്ന് തണുക്കും. ഇതാ ഒരു സബർബൻ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുവാണ്. അതോ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ വരും. ചെന്നൈക്ക് പോകുന്ന വണ്ടി ആയിരിക്കണം. എപ്പോഴും ഉണ്ട് ചെന്നൈക്ക്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനാണ് ഈ കിടക്കുന്നത്. 3:15 ട്രെയിൻ. ഇപ്പം സമയം 2:45. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഫ്രണ്ട് സൈഡ്. ഇതാ കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കടകളും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ടും ഈ സൈഡിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ അപ്പുറത്തെ സൈഡിലോട്ടാണ് പോയത്. ഗുമ്മിടിപ്പൂണ്ടിയുടെ പ്രധാനപ്പെട്ട കച്ചവടങ്ങളും ടൗണും എല്ലാം ഈ ഒരു പരിസരത്തായിട്ടാണ് ഉള്ളത്. ഞാൻ വെറുതെ ഒന്ന് ഈ വഴി അങ്ങോട്ടും നടക്കുന്നതേ ഉള്ളൂ. ഇപ്പം സമയം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ട്രെയിനിന് സമയമാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. ഇവിടെ കുറച്ചധികം കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് ഇതുവഴി നടക്കാൻ. ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ഗ്യാസ് സ്റ്റവ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലം. ഒരുപാട് പാർട്സുകളുണ്ടല്ലോ, ഗ്യാസിൻ്റെ പലതരം പാർട്സുകളുണ്ട്. ഗ്യാസും പിന്നെ അല്ലാത്ത സംഗതികളെല്ലാം ഉണ്ട്. ഫാൻ, മെൻസ് വെയർ, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് 2 സൈഡിലായിട്ടും. തുണിക്കടകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇതാ കണ്ടില്ലേ, വരിയായിട്ട് തുണിക്കടകളാണ്. എന്തായാലും ഞാനേ ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് നടക്കുന്നില്ല. ഇപ്പം സമയം 3 മണി ആവുന്നുണ്ട്.
ഒരുപാട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാലേ ട്രെയിനിന് വേണ്ടിയിട്ട് തിരിച്ച് കിടന്ന് ഓടേണ്ടി വരും. അതുകൊണ്ട് തിരിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോകാം. അങ്ങനെ ഞാൻ ഗുമ്മിടിപ്പൂണ്ടിയിൽ പോയിട്ട് തിരിച്ചിതാ സബർബൻ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഈ സബർബൻ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റേഷനിൽ നിന്ന് മറീന ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ പോയി മറീന ബീച്ച് ലക്ഷ്യമിട്ട് പോകാം. ഇപ്പം സമയം വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. 6 മണിക്കെങ്കിലും ബീച്ചിലെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ സബർബൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടൊരു സബ്വേ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒന്ന് മെട്രോയിലോട്ടുള്ളതും വേറൊരെണ്ണം പാർക്ക് സ്റ്റേഷനിലോട്ട് പോകുന്നതും. പാർക്ക് റെയിൽവേ സ്റ്റേഷൻ സബ്വേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സബ്വേയിലൂടെ കയറിയിട്ട് പാർക്ക് സ്റ്റേഷനിലോട്ട് പോകാം. എന്നിട്ട് അവിടെ നിന്ന് മറീന ബീച്ചിലോട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടക്കാം. എന്തായാലും സബ്വേ ഉള്ളത് കാര്യമായി. ഞാൻ നേരത്തെ രാവിലെ ഇതുവഴി വന്നായിരുന്നു. അപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞ് കിട്ടും. പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ബോർഡ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? എല്ലാവരും പാർക്ക് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടക്കുവാണ്. മെട്രോയുടെ അനൗൺസ്മെൻറ്റും കേൾക്കുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു പണി കിട്ടി. ഞാൻ പാർക്ക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോഴത്തേക്കും ഈ മെട്രോയുടെ പണി നടക്കുന്നത് കൊണ്ട് മറീന ബീച്ചിലോട്ടുള്ള ആ ഒരു റൂട്ടിലോട്ടുള്ള ട്രെയിനെല്ലാം നിർത്തിയിരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ ഈ സബർബൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലത്തെ ബസ് സ്റ്റോപ്പിലും ചോദിച്ചു എവിടെ നിന്നാൽ ബസ് കിട്ടുമെന്ന്. അപ്പോഴേ പറഞ്ഞതോ അങ്ങോട്ടൊരു ദൂരെയായിട്ടൊരു ഹോസ്പിറ്റൽ കാണാം, രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ. അതിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ 2A ബസ്സിൽ കയറി കഴിഞ്ഞാൽ മറീന ബീച്ചിലോട്ട് പോകാമെന്നാണ് അറിഞ്ഞത്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും പഠിക്കുന്നത്. അങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു സബ്വേ ഉണ്ട്. ഇത് കയറിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം, റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകണം. ആ ഒരു ഭാഗത്തായിട്ട് അവിടെയാണ് ബസ് നിർത്തുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ ഈ ഒരു സംവിധാനം കൊള്ളാം. സബ്വേ എല്ലാം നല്ല നീറ്റായിട്ടാണ് ഉള്ളത്. നോക്കേ, ഒരു ചവറ് പോലും ഇല്ല, പക്ക നീറ്റായിട്ടാണ് ഉള്ളത്. ഇതാണ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ ആർച്ച്. വലിയൊരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഫുട്പാത്ത് നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പുണ്ട്. ഇതോ കണ്ടില്ലേ, അവിടെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പം സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ബീച്ചിൻ്റെ സമയം ഇതൊക്കെ തന്നെയാണ്. എന്തായാലും റോഡ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പാണെങ്കിലും ബസ് സ്റ്റാൻഡ് പോലെ തന്നെ നീളത്തിൽ പണിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ചധികം തൂണുകളൊക്കെ ആയിട്ട് കോളേജിൻ്റെ എല്ലാം കോറിഡോറിൽ കൂടെ നടക്കുന്നത് പോലുണ്ട്. ഇതാ ഞാൻ ഈ ബസ് കാത്ത് നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് സദേൺ റെയിൽവേയുടെ മെയിൻ ഓഫീസ് ഓഫ് ദ ജനറൽ മാനേജർ സദേൺ റെയിൽവേ. അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാ ബിൽഡിങ്ങാണ് ഈ ബിൽഡിങ്. അപ്പോൾ 2A നമ്പർ ബസ്സാണ് ബീച്ചിലോട്ട് പോകുന്നത്. അങ്ങനെ മറീന ബീച്ചിലോട്ടുള്ള 2A ബസ് വന്നിരിക്കുവാണ്. ആൾക്കാർ ഇടിച്ച് കയറുവാണ്. സീറ്റൊന്നുമില്ല, എങ്ങനെയാലും കയറി പോവാം. അങ്ങനെ നമ്മൾ മറീന ബീച്ചിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് വന്ന് ഇറങ്ങിയിരിക്കുവാണ്. അവിടെയാണ് ബസ് ഇറങ്ങിയത്. ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. ട്രാഫിക് പോലീസ് വന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ക്രോസ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ ആയിട്ടൊരു കോളേജ് കാണാം. ഇതാ കണ്ടില്ലേ, നല്ലൊരു ബിൽഡിങ്ങാണിത്. പകൽ സമയത്ത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. എന്തായാലും നമുക്ക് ബീച്ചിൻ്റെ പരിസരത്തോട്ടൊക്കെ പോയിട്ട് വരാം. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോഴും ബീച്ചിലേ. അപ്പോൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സബ്വേ ഉണ്ട്. എല്ലായിടത്തും സബ്വേ ഉണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോഴെന്തായാലും നമുക്ക് ഈ സബ്വേ വഴി ബീച്ചിൻ്റെ ആ ഒരു പരിസരത്തോട്ട് പോവാം. ബീച്ചിലോട്ടുള്ള സബ്വേയിലും കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാ നോക്കേ, കീ ചെയിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പലതരം കച്ചവടങ്ങൾ സബ്വേയുടെ 2 സൈഡിലായിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ ആ ഒരു കോൺ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ സബ്വേയിലൂടെ നടന്ന് ഓപ്പോസിറ്റ് സൈഡ് വന്നിരിക്കുവാണ്. ഇവിടെയൊക്കെ ആയിട്ടൊരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം കച്ചവടങ്ങൾ, കൂളിംഗ് ഗ്ലാസുകൾ, ബാഗുകൾ, അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നടന്നിട്ട് വരാം. പുഴുങ്ങിയ കപ്പലണ്ടിയൊക്കെ ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ ഇതാ മാങ്ങയെല്ലാം അരിഞ്ഞ് മുളകെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. മുളകും ഉപ്പെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് 30, മാങ്ങ 20 രൂപ, അങ്ങനെയാണ് ചാർജ്. ഇവിടെയൊക്കെ ആയിട്ട് കരിമ്പിൻ ജ്യൂസ് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിമ്പിൻ ജ്യൂസിൻ്റെ മെഷീൻ. സാൻഡ്വിച്ച്, ബർഗർ, റോൾ, അങ്ങനത്തെ ഐറ്റംസിൻ്റെ കച്ചവടമാണ്. എത്രയാ ബ്രോ? 30. ഓ, ഇത് 30. ഇതാണെങ്കിലോ? സ്വീറ്റ് ബർഗർ എത്രയാ? 30 റുപ്പീസ്. അപ്പോൾ റേറ്റൊക്കെ വളരെ കുറവാണ്. എല്ലാം 30 രൂപയൊക്കെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എഗ് റോൾ വാങ്ങിയിട്ടുണ്ട്.
കൊള്ളാം. അങ്ങനെ നമ്മൾ ബീച്ചിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് നീളത്തിൽ കച്ചവടങ്ങളുണ്ട്. അങ്ങ് എൻഡ് വരെ ഉണ്ട്. അത് കൊള്ളാം. ഈ ഒരു നൈറ്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ മണ്ണിലൂടെ നടക്കാൻ ഒരു പ്രത്യേക രസമുണ്ട്. ഇതാ ഇവിടെയായിട്ട് വെയിറ്റ് നോക്കുന്ന ആ ഒരു സംവിധാനമായിട്ടിരിക്കുവാണ്. 5 രൂപയാണ് ചാർജ്. എന്തായാലും വെയിറ്റ് ഒന്ന് നോക്കാം. ബാഗെല്ലാം മാറ്റാം. തൽക്കാലം ഇവിടെ ഇരിക്കും. $85, $86 കിലോ. ഇതെവിടെയൊക്കെ ആയിട്ട് നോക്കേ, കന്യാകുമാരിയിലെല്ലാം കാണുന്ന ടൈപ്പ് കച്ചവടങ്ങളാണ്. ശംഖ് വെച്ചിട്ടുള്ള പലതരം കച്ചവടങ്ങൾ. പലതരം കച്ചവടങ്ങളല്ല, പലതരം പ്രോഡക്റ്റുകൾ. ഇതൊക്കെ 20 രൂപയാണ്. ചിപ്പിക്കമ്മൽ. ഇവിടെ ഒരു സ്റ്റുഡിയോയിലെ സൂര്യ, വിജയ്, അജിത്ത്, കമൽഹാസൻ, രജനി, പ്രഭാസ് എല്ലാവരും ഉണ്ട്. ഞാൻ വിചാരിച്ച് എഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനല്ലല്ലേ, എഡിറ്റ് ചെയ്തതല്ല, അല്ലാതെ ഇതേപോലെ കട്ടൗട്ട് വെച്ചിട്ട് അതിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. എന്തായാലും കൊള്ളാം. മൊബൈലിൻ്റെ ബാക്ക് പൗച്ച് കണ്ടില്ലേ, അതിനകത്തും സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. വിജയ്, അജിത്ത്, ധോനി, ധനുഷ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ പരിസരത്ത് നിന്നെല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുവാണ്. ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബസ് സ്റ്റാൻഡല്ല, പക്ഷേ എന്നാലൊരു ബസ് സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാനും പറ്റും. ഇവിടെ നിന്ന് 2A ബസ്സിൽ കയറിയിട്ട് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. അവിടെയാണ് ഞാൻ ക്ലോക്ക് റൂമിൽ ബാഗെല്ലാം വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും റൂം എടുക്കണം, എന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ബാക്കി കാര്യം നാളെ. ഈ 2 ബസ്സും 2A ബസ്സാണ്. അപ്പോൾ ഈ ബസ്സായിരിക്കാം ആദ്യം പോകുന്നത്.